ഇപ്പം എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മൺവാസനയിലെ ആ കൊച്ചു പെൺകുട്ടിയാണ്. ആ, എണ്ണയൊക്കെ തേച്ച് തലമുടി രണ്ടായിട്ട് പിന്നിട്ട് ആ സമയം ഒന്ന് ഓർത്തെടുക്കാവോ? എങ്ങനെയായിരുന്നു അത്? ആ ഒരു ട്രാൻസിഷൻ സംഭവിച്ചത് എങ്ങനെയായിരുന്നു അത്? ആം, മൺവാസന എന്ന് പറയുന്നത് ആ, ഞാൻ ആലോചിക്കാത്ത കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഞാൻ വിചാരിക്കാത്ത ഒരു കാര്യം സിനിമയിൽ അഭിനയിക്കാൻ വരുമെന്ന് പറയുന്നത്. ആദ്യം ഭാരതരാജ ഫോട്ടോഗ്രാഫ് കണ്ടു, പേരൻസിനെ അപ്രോച്ച് ചെയ്തു. ആദ്യം വേണ്ടാന്ന് പറഞ്ഞു, പിന്നെയും അപ്രോച്ച് ചെയ്തു. അങ്ങനെ 4-5 മാസം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി കണ്ടു. എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം, ഞങ്ങൾ വിജയ ഗാർഡൻസിൽ എൻ്റെ ഒരു ടെസ്റ്റ് എടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ യൂഷ്വൽ ജീൻസും ഒരു ഷർട്ടും, അന്ന് കോഡ്രോയ് ജീൻസൊക്കെ ആണല്ലോ, ഒരു ഷർട്ടും ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ നടന്നു വന്നു. അപ്പോൾ കണ്ടിട്ട് ക്യാമറമാൻ കണ്ണനായിരുന്നു, ഭാരതരാജ സാറും ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് പിന്നെ അവർ പോയിട്ട് സാരി ഇട്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയപ്പോൾ എൻ്റെ പിന്നിൽ ഒരാൾ വന്നു. അയാൾ പറഞ്ഞു ഞാൻ സാരി കെട്ടിത്തരാം. ഞാൻ പറഞ്ഞു ഒരാണ് വന്നിട്ട് എനിക്ക് സാരി കെട്ടുന്നോ? ഞാൻ പറഞ്ഞു അതൊന്നും പറ്റില്ല, നോ വേ. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞു വോട്ട് പിന്നെ നോർമൽ സാരിയല്ല, ആ മധുരൈ മറ്റേ പിൻ കോസോം സാരിയാണ്. അപ്പോൾ അമ്മയ്ക്കും അറിയില്ല, എനിക്കും അറിയില്ല. അപ്പോൾ ഇവൻ ഡയറക്ടറിൻ്റെ അടുത്ത് വന്നു, ആ കുട്ടി സമ്മതിക്കുന്നില്ല. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ത്രീനെ പിടിച്ചിട്ട് വാ, കെട്ടിച്ച് കൊണ്ടുപോവാ വേഗം എന്ന് പറഞ്ഞിട്ട്. വിജയ ഗാർഡൻസിൽ വേറെ ഏതോ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സരോജക്ക എന്ന് പറഞ്ഞിട്ട്, അവരാണ് വന്നിട്ട് എനിക്ക് ആ പിൻകുസം സാരി ഉടുത്തി തന്ന് ഞാൻ തിരിച്ചു വന്ന് നിന്ന്. ദൈവമേ, അന്ന് എനിക്ക് ഉണ്ടായ ഒരു ഷൈനസ്, പെട്ടെന്നൊരു സ്ത്രീയായ ഒരു ഫീലിംഗ്. പിന്നെ ഇത്രയും പേരുടെ മുമ്പിൽ നമ്മൾ ഇതുവരെ പരിചയപ്പെടാതെ ഒരു കെട്ടും അത് വെച്ച് നടക്കുന്നതും, എനിക്ക് പിന്നെ മുടി പിന്നി ഒരു പൂവൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഞാൻ ചെയ്യാത്ത കാര്യമാണ്. ബട്ട് ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അതായിരിക്കും ഭാരതരാജയുടെ ഇൻ്റലിജൻസ്, ബ്രില്യൻസ് എന്ന് പറയുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷനിൽ അങ്ങേർക്ക് എൻ്റെ മുഖത്തിൽ കിട്ടിയ ആ നാണവും ബ്ലഷിങ്, അതായിരുന്നു ആ മുത്തുപ്പേച്ചിക്ക് വേണ്ടത്. സോ ദാറ്റ് വാസ് റിയലി അമേസിങ്. ഒരു പക്ഷേ മറ്റേ വേഷത്തിൽ തന്നെ ആളെ ഐഡൻറ്റിഫൈ ചെയ്ത ആ ഒരു മാജിക്ക് കൂടി ആയിരിക്കാം. അതാണ് അങ്ങേരുടെയൊക്കെ ബ്രില്യൻസ്. ബിക്കോസ് ജീൻസ് ആൻഡ് പാൻറ്റ് ഷർട്ടിൽ എന്നെ കണ്ടിട്ട് ഇതിലും നന്നായിട്ടുണ്ടാവും എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെ അതറിയാം എന്ന് പറഞ്ഞു. തേവർ മകനിലും അതുപോലെ ഒരു നാടൻ കഥാപാത്രമായിരുന്നല്ലോ, അതിൽ നാക്കുകൊണ്ട് ആ ഒരു രവിതി ഒറിജിനൽ ചെയ്തതാണോ? അത് ഭാരതേട്ടൻ. അതെ, ഇതൊക്കെ അതാണ് ഈ സിനിമയുടെ പിന്നിലൊക്കെ ഒരു ബ്രില്യൻ ഡയറക്ടറും ഉണ്ടായിരുന്നല്ലോ. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചെയ്ത് നോക്കും അങ്ങനെ എന്തെങ്കിലും? നെവർ. ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ അഭിനയിച്ചിട്ടേ ഇല്ല ഇതുവരെ. എൻ്റെ കണ്ണാടിയുടെ മുമ്പിൽ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടില്ല, അതെൻ്റെ ഹാബിറ്റായിട്ട് ഉണ്ടായിട്ടില്ല. 2 ദിവസം മുമ്പ് രേവതി പത്രത്തിൽ പറഞ്ഞായിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചു, മലയാളികൾ ഇപ്പോഴും വെച്ച കോഴീൻ്റെ മണം എന്ന് പറഞ്ഞിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത്. എങ്ങനെയായിരുന്നു ആ ഒരു കിലുക്കം എക്സ്പീരിയൻസ്? അതും ഒരു മാജിക്കായിരുന്നു. ബിക്കോസ് ചില പടങ്ങൾ അങ്ങനെയാണ്, എല്ലാം ഒത്തുചേർന്ന് നന്നായി വരുന്ന ചില പ്രോജക്ട്സ് ഉണ്ട്. കിലുക്കം അങ്ങനത്തെ പ്രോജക്ട്സിൽ കിലുക്കം ഒന്നായിരുന്നു. അതിൽ ജസ്റ്റ് ഹാപ്പൺ. ഐ തിങ്ക് പ്രിയൻ്റെ ചിത്രം കഴിഞ്ഞിട്ടുള്ള ഒരു പടമായിരുന്നു കിലുക്കം. സോ പ്രിയൻ ഒരു ടോപ്പിലായിരുന്നു, ആ ഒരു എഴുത്തിൻ്റെ ഒരു നല്ല മൂഡിലായിരുന്നു. അങ്ങനെയാണ് കിലുക്കം വന്നത്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ് വാസ് ജസ്റ്റ് ഒരു ജോയിൻ്റ് എഫേർട്ടായിരുന്നു. ജഗതി ചേട്ടനും ലാലും പ്രിയനും ഞാനും തിലകൻ ചേട്ടനും എല്ലാം കറക്റ്റായിട്ട് ഒത്തുചേർന്ന് വന്ന ഒരു പടമായിരുന്നു. സോ അത് പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എൻജോയ് ചെയ്തു. ബിക്കോസ് എനിക്ക് ഒരു ഭയങ്കര കാഷ്വൽ ക്യാരക്ടറായിരുന്നു. ഞാൻ ചില സമയത്ത് പറയും എനിക്ക് അഭിനയിക്കേണ്ട, ബിക്കോസ് ഞാൻ നാച്ചുറലായിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ ചെയ്യും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പക്ഷെ ഇത്രയും വലിയൊരു ഹിറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഓരോ മലയാളിക്കും കാണാപ്പാടമാണല്ലോ ഓരോ ഡയലോഗ്. അതെ, ദാറ്റ് ഈസ് സർപ്രൈസിങ്. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ആ ചിത്രം ചെയ്യുമ്പോൾ. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ തോന്നുന്നുണ്ട് ആക്ച്വലി ഇറ്റ്സ് ക്വൈറ്റ് നൈസ് എന്ന്.
പിന്നീട് പല ഭാഷകളിൽ ഇത് തന്നെ ആവർത്തിച്ച് ബോറടിച്ച കഥയും രേവതി പറഞ്ഞിട്ടുണ്ട്. ഹിന്ദിയിൽ ഞാൻ ഇതിൻ്റെ മുസ്കുരാഹട്ട് എന്ന് പറഞ്ഞിട്ട് റീമേക്ക് ചെയ്തു. പക്ഷെ റീമേക്ക് ചെയ്യുമ്പോൾ ആ ഒറിജിനാലിറ്റി നമ്മൾ നഷ്ടപ്പെട്ടു പോകും. എന്നാലും പക്ഷെ നമ്മളെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ കഥാപാത്രം ഞാനിനി ചെയ്യില്ല, നെക്സ്റ്റ് ആയിട്ട് ചെയ്യില്ല. പക്ഷേ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു റോളാണ് മായാമയൂരത്തിലേത്. വളരെ സുന്ദരമായ ഒരു കഥാപാത്രം, ഭയങ്കര വിങ്ങലുണ്ടാക്കുന്ന ഒരു കഥാപാത്രം. അത് ശ്രദ്ധിക്കപ്പെടാതെ പോയതിൽ വേദന തോന്നിയിട്ടുണ്ടോ? ആ സമയത്ത് യെസ്, ബിക്കോസ് നല്ലൊരു പടമായിരുന്നു, നല്ലൊരു കഥയും. അതിലും ഒരു ചെറിയ ശ്രദ്ധയോടെയാണ് ഞങ്ങളെല്ലാവരും അഭിനയിച്ചത്. ആൻഡ് സിബിയും ഭയങ്കര ഒരു സെൻസിറ്റീവ് ഡയറക്ടറാണ്. സോ അതുകൊണ്ട് ആ സമയത്ത് ശ്രദ്ധിക്കപ്പെടാതെ ഒരു പടമാണ്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നിശബ്ദിലെ ഭാര്യയുടെ റോള് ചെയ്തത്. വളരെ ക്വയറ്റ് ആയിട്ടൊരു, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ തോന്നിയത്? ഒരു പറയത്തക്ക പ്രത്യേകതകളൊന്നും ഇല്ലാത്തൊരു കഥാപാത്രമായിരുന്നു. ബട്ട് ഐ ഫെൽറ്റ് ദാറ്റ് സ്റ്റോറി ഹാഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഒരു ടോപ്പിക്കായിരുന്നു. ബിക്കോസ് അത് നമ്മൾ അത്രയും എളുപ്പത്തിൽ പറയാത്ത ഒരു സത്യമാണ്. സാമൂഹ്യ പ്രവർത്തനത്തിലും വളരെയധികം സജീവമാണ് രേവതി എന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ? ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി 2-3 ഓർഗനൈസേഷൻസിൽ എന്നെ ഇങ്ങനെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന പണികൾ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇൻവോൾവായി. അത് ബേസിക്കലി പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസിൻ്റെ അവരുടെ റൈറ്റ്സിനെ കുറിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ. അവരുടെ കൂടെയാണ് ഞാൻ ഇപ്പോഴും കുറേ കൊല്ലങ്ങളായിട്ട്, ഒരു 15-16 ഇയേഴ്സായി അവരുടെ കൂടെ ഞാൻ എപ്പോഴും നിൽക്കുന്നത്. ബിക്കോസ് ഞാനും എന്താ പറയുക, ഞാനും വിശ്വസിക്കുന്ന ഒരു കോസാണത്. ബിക്കോസ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അത് നമ്മൾ കണ്ണ് കാണാതെ നമ്മൾ പിറന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സിഡൻറ്റിൽ നമ്മുടെ കാലും കൈയും പോയാലും എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരേ റൈറ്റ് ഉണ്ട്. സോ ആ റൈറ്റ്സിന് അവർ ഒരുപാട് ചെയ്യുന്നുണ്ട്. സോ അതിൽ ഞാൻ ഇപ്പോഴും സജീവമാണ്. മറ്റേ ഓർഗനൈസേഷൻസൊക്കെ കുറച്ച് കാലങ്ങൾ അവരുടെ കൂടെ നിന്നിട്ട് പിന്നെ ഓഫ് കോഴ്സ് ഒരു ടാങ്കർ കിഡ്നി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഡയാലിസിസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേർക്ക് ഞങ്ങൾ സബ്സിഡൈസ്ഡ് ഡയാലിസിസ് കൊടുക്കുന്നുണ്ട്. സോ ഈ 2-3 മാത്രമാണ് കുറച്ചും ആക്റ്റീവായിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ തിരിച്ച് എനിക്കൊരു പടം സംവിധാനം ചെയ്യണം എന്നൊരു ഇൻട്രസ്റ്റിൽ ഞാൻ കുറച്ചൊന്ന് പിൻവാങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ. സോ ഐ വോണ്ട് ടു സ്റ്റാർട്ട് കോൺസെൻട്രേറ്റിംഗ്. അതിൻ്റെ വർക്കൊക്കെ തുടങ്ങി. എന്താണ് പറയാൻ പറ്റുന്നതാണോ? ഇപ്പോൾ പറയാൻ ഭയങ്കര ഏർലി സ്റ്റേജസിലാണ്. കുറച്ചും കൂടി സമയമായ പറയാം. രേവതിയുടെ സൗഹൃദങ്ങൾ എങ്ങനെയാണ്? അത് സിനിമയ്ക്കകത്ത് മാത്രമാണോ അതോ പുറത്തുമുണ്ടോ? ഇല്ല, എനിക്ക് സിനിമയുടെ പുറത്ത് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. ആൻഡ് ചിലവരൊക്കെ വളരെ സജീവമാണ്. ഫേസ്ബുക്കിൽ കുറച്ച് ഇടയ്ക്ക് ആക്റ്റീവ് ആവും, പിന്നെ കുറച്ച് ലള്ളു പോവും. ബട്ട് ഐ ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. എൻ്റെ സ്കൂളിൽ ഉള്ള ഫ്രണ്ട്സ് പോലും എനിക്ക് ഇപ്പോഴും ഉണ്ട്. സോ വി കീപ്പ് ഇൻ ടച്ച്. ഇപ്പോഴും ധാരാളം യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണോ? യെസ്, എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു യാത്ര, ചെറിയ യാത്രകൾ അങ്ങനെ എന്തെങ്കിലും ഞാൻ പോയിക്കൊണ്ടിരിക്കും. പിന്നെ വെറുതെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. സോ സംതിങ് ഓർ ദി അതർ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. ഇപ്പോൾ ടെലിവിഷൻ രംഗത്തും രേവതി സജീവമാണ്. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അതെ. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? തമിഴിൽ ഞാനൊരു ഷോ ഒരു 5 കൊല്ലങ്ങൾ ചെയ്തു. അത് വിമൻസ് ഷോ ആയിരുന്നു. അതൊരു ഈ തമിഴിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ പേട്ടി എന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുവാദം. സോ അത് 2 ഗ്രൂപ്പ്സ് ആയിരിക്കും അവരുടെ. സോ വിമൻ സെൻട്രിക് അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഒരു 5 ഇയേഴ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഞാനിപ്പോൾ ചെയ്യുന്നത്, കാണാമറിയത്ത്. ഇത് എനിക്ക് കുറേം കൂടി പേടിയുണ്ടായിരുന്നു ആദ്യം ചെയ്യാൻ. ബിക്കോസ് ഭയങ്കര ഇമോഷണലായ ഒരു സബ്ജക്റ്റാണ്. കുട്ടികൾ കാണാതെ പോയിട്ട് അച്ഛനമ്മമാർ വന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ഇമോഷൻസും അതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? എനിക്ക് പിന്നെ മലയാളം എനിക്ക് കുറച്ച് വീക്കാണ്. അപ്പോൾ എനിക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റുമോ എന്ന് ഒരുപാട് സന്ദേഹങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ 1-2 എപ്പിസോഡ്സ് അതിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ആ ക്രൂ.
സോ ഒന്ന് രണ്ട് എപ്പിസോഡ്സ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ഇത് ഇമ്പോർട്ടൻ്റ് ഇഷ്യൂ ആണ്, നമ്മൾ പറയണം, സംസാരിക്കണം. പിന്നെ അതിലൂടെ ഒരു 4-5 കുട്ടികൾ തിരിച്ചു വന്നു. സോ അതുകൊണ്ട് ഞാനിപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഒരാളാണ് രേവതി. പുറത്തു നിന്ന് നോക്കുമ്പോൾ കേരളത്തിലെ സ്ത്രീകളെ പറ്റി രേവതി എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ചോളം സത്യം പറയുകയാണെങ്കിൽ കേരളത്തിലുള്ള സ്ത്രീകൾ ഒരുപാട് ഭംഗിയും ഒരുപാട് ബുദ്ധിയുള്ള സ്ത്രീകളാണ്. പക്ഷേ അവരുടെ ബുദ്ധി അത്രയും പ്രയോഗിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് എവിടെയോ അവരുടെ ഫോക്കസ് ഞാൻ എന്താണ് ഇട്ടിരിക്കുന്നത്, എൻ്റെ പണ്ടം നന്നായിട്ടുണ്ടോ, എത്ര പണ്ടം കല്യാണത്തിന് വേണം, വീട് എത്ര വലുതാവണം എന്ന ചില കാര്യങ്ങളിലേക്ക് മാറിപ്പോകുന്നുണ്ട്. അതിലും ഇതിലും ആവുമ്പോൾ ഇൻ്റലക്ച്വൽസും പിന്നെ ഈ ഒരു മെറ്റീരിയലിസം ഇത് രണ്ടും ആവുമ്പോൾ ബാലൻസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വി കാൺ ഡു ബോത്ത്. നല്ല പഠിച്ച പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് എനിക്ക് കാണുമ്പോൾ സങ്കടം തോന്നും. കമോൺ ഗേൾസ്, അങ്ങനെയല്ല. ജീവിതം ഗോൾഡും പട്ടുസാരികളും പിന്നെ മേക്കപ്പും അല്ല. യുനോ ദർ ഇസ് മച്ച് മോർ. ആ ഇന്നർ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വായിച്ചിട്ടും എപ്പോഴും പറയുന്ന ഒരു കാര്യം കുട്ടികളുടെ അടുത്ത് വായിക്കൂ. വായനയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. വായിച്ചാലേ നമ്മൾ വളരാൻ പറ്റുള്ളൂ. ആ വളർച്ചയാണ് നമുക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. ഈ പട്ടുസാരിയും പണ്ടവുമല്ല. യുനോ സോ അതാണ് ഞാൻ എപ്പോഴും ഐ ഫീൽ ദാറ്റ് സംവെയർ നമ്മുടെ വിമൻ്റെ എവിടെയോ മാറിയിട്ടുണ്ട്. അത് മാറ്റാൻ കാരണം ഇവരാണ് എന്ന് പറയാൻ പാടില്ല. ആരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, നമ്മുടെ മനസ്സിന് നമ്മുടെ കയ്യിൽ വെക്കണ്ടേ അല്ലേ? ഐ തിങ്ക് നമ്മുടെ കേരള വിമൻ മച്ച് മോർ അവരുടെ പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യൽ അവർ യൂസ് ചെയ്യുന്നില്ല.